ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്കോട്ടിൽ വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ബിജെപി ജനപ്രതിനിധികളുടെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. ദേശീയ സരസ് മേളയ്ക്ക് ഇന്ന് പാലക്കാട് സമാപനം. സമാപന സമ്മേളനം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30-ന്. വാർത്തകൾ വിശദമായി. ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയുടെ ഭാഗമായുള്ള ശൌര്യയാത്രയിൽ പങ്കെടുത്തു. നൂറ്റാണ്ടുകളോളം സോമനാഥ ക്ഷേത്രത്തെ സംരക്ഷിച്ച യോദ്ധാക്കളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 108 കുതിരകളാണ് ശൌര്യയാത്രയിൽ പങ്കെടുത്തത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘവി എന്നിവരും യാത്രയിൽ പങ്കെടുത്തു. സോമനാഥ ക്ഷേത്രത്തിൽ ആക്രമണം നടന്ന് 2026-ൽ 1000 വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷം രാജ്കോട്ടിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ ശ്രീ ഷാ രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കവടിയാർ ഉദയ് പാലസിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി ജനപ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് കേരള കൌമുദി കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. എൻഡിഎ നേതൃയോഗത്തിലും ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന ശ്രീ ഷാ ഇന്ന് രാത്രി ഡൽഹിക്ക് മടങ്ങും. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി 2015-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. പ്രഗതിയുടെ കീഴിൽ വിജയകരമായി പൂർത്തിയാക്കിയ പദ്ധതികളിൽ ഒന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ജബൽപൂർ ഗോണ്ടിയ ഗേജ് പ്രവർത്തന പദ്ധതി. ഏകദേശം 285 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതി നിർമ്മാണ കാലയളവിൽ തുടർച്ചയായ വെല്ലുവിളികൾ നേരിട്ടു. 2016 മാർച്ചിൽ പദ്ധതി പ്രഗതി സംവിധാനത്തിന് കീഴിൽ ഏറ്റെടുത്തതോടെ ഭൂമി കൈമാറ്റം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടപ്പാക്കി പദ്ധതി 2021 മാർച്ചിൽ കമ്മീഷൻ ചെയ്തു. പരീക്ഷാ പേ ചർച്ച 2026-ന് റെക്കോർഡ് പങ്കാളിത്തം. ആകെ രജിസ്ട്രേഷൻ 4 കോടി കടന്നതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വാർഷിക ചർച്ച എന്നതിനപ്പുറത്തേക്ക് സമ്മർദ്ദരഹിത പരീക്ഷാ സാഹചര്യമൊരുക്കുന്ന വിപ്ലവകരമായ പരിപാടിയായി പരീക്ഷാ പേ ചർച്ച മാറുകയാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവരെ ഉൾപ്പെടുത്തി 2025 ഡിസംബർ 1-ന് മൈ ഗോവ് പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പാലക്കാട് ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേള ഇന്ന് സമാപിക്കും. വൈകിട്ട് 4 മണിക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 10 ദിവസം നീണ്ടുനിന്ന മേളയ്ക്കാണ് ഇന്ന് സമാപനമാകുന്നത്. 2-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്തത്. യൂത്ത് ക്ലബ്ബ് അംഗങ്ങൾ, ഹരിതകർമ്മ സേന അംഗങ്ങൾ തുടങ്ങി 250-ലധികം വോളണ്ടിയർമാരാണ് മുഴുവൻ സമയവും സേവന സന്നദ്ധരായി ഉണ്ടായിരുന്നത്. 60ഓളം പോലീസ് ഉദ്യോഗസ്ഥർ മേളയ്ക്ക് സുരക്ഷ ഒരുക്കി. സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി നിരവധി സ്ത്രീ സ്വയം സഹായ സഹകരണ സംഘങ്ങൾ സരസ് മേളയുടെ ഭാഗമായി. ജനകീയ പങ്കാളിത്തത്തോടൊപ്പം ഏറ്റവും കൂടുതൽ വിൽപ്പന വരുമാനവും ഉണ്ടാക്കിയാണ് ചാലിശ്ശേരിയിൽ നടന്ന ദേശീയ സരസ് മേള സമാപിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ. പാർട്ടി നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് ഉൾപ്പെടെയുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മലപ്പുറം മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ.
പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയുടെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കെത്തിച്ചു. തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. പാലക്കാട് നിന്ന് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റിലായ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയതിനു ശേഷം തീരുമാനമെടുക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. GST പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് രാത്രി 11-ന് പ്രക്ഷേപണം ചെയ്യും. കേരളത്തെയും കർണാടകയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണൂർ ഇരിട്ടി മാക്കൂട്ടം ചുരം അന്തർ സംസ്ഥാന പാതയുടെ നവീകരണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് വീരാജ്പേട്ട എംഎൽഎയും കർണാടക മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവുമായ AS പൊന്നണ്ണ പറഞ്ഞു. പാതയുടെ അവശേഷിക്കുന്ന ഭാഗത്തെ നവീകരണത്തിനായി 4 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചുരം റോഡിന്റെ നവീകരിച്ച ഭാഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പൊന്നണ്ണ. കുടകിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡാണിത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. എരുമേലിയിൽ പേട്ടതുള്ളൽ ആരംഭിച്ചു. പർണശാലകൾ ഒരുക്കി തീർത്ഥാടകർ മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് 2 നാൾ മാത്രം ശേഷിക്കെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തിന്റെ പരിസര പ്രദേശങ്ങളിലായി പർണശാലകൾ ഒരുക്കി ജ്യോതി ദർശനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. സന്നിധാനത്ത് പതിവിന് വിപരീതമായി തിരക്ക് വളരെ കുറഞ്ഞ ദിനമാണ് ഇന്ന്. മകരവിളക്ക് കാലത്തെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ നടന്നു. ഉച്ചയ്ക്ക് 3-ഓടെ ആലങ്ങാട്ട് സംഘത്തിന്റെയും പേട്ടതുള്ളൽ നടക്കും. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1-ന് പുറപ്പെടും. മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ 63-ാം വാർഷിക 61-ാം സനദ്ദാന സമ്മേളനത്തിനും മജ്ലിസുന്നൂർ വാർഷിക സംഗമനത്തിനും ഇന്ന് സമാപനം. തെലങ്കാന ന്യൂനപക്ഷ മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ 585 യുവ പണ്ഡിതരാണ് സനദ് സ്വീകരിക്കുക. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സനദ് ദാനം നിർവഹിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി K. ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. അധ്യാപകരുടെ അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ അധ്യാപക സമൂഹത്തെ വഞ്ചിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേട്ടറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ചക്കരക്കല്ലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വഡോദരയിൽ ഉച്ചയ്ക്ക് 1:30-നാണ് ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അല്ലെങ്കിൽ പ്രസാർഭാരതി.gov.in അല്ലെങ്കിൽ PB വേക്കൻസീസ് എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31-നാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്കോട്ടിൽ വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ BJP ജനപ്രതിനിധികളുടെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. ദേശീയ സരസ് മേളയ്ക്ക് ഇന്ന് പാലക്കാട് സമാപനം. സമാപന സമ്മേളനം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും.
മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.